എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബീഫ് കറി വെച്ചാലോ. അപ്പോൾ നമ്മളിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കിയിട്ടുണ്ടേ. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്ര മാത്രം ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കുക്കറിൽ വെച്ച് നന്നായിട്ടൊരു വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. സാധാരണ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറ്? ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പം ഞാനും എൻ്റെ സ്വന്തമായ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. എങ്കിലും മാത്രം അപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു 5 വിസിലാണ് നമ്മൾ അടുപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതുപോലുള്ള നല്ല രസകരമായ റെസിപ്പികൾ, രുചികളൊക്കെ ഇത് നമ്മൾ വിറകടുപ്പിൽ ഒക്കെ വെക്കുകയാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ആ പുകയും ഇതൊക്കെ കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ കുക്കർ മോഡലിലാണ്, നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത്. അപ്പോൾ അതവിടെ വിസിൽ ഒക്കെ അടിക്കട്ടെ. അപ്പോൾ നമ്മളിതിവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ടേ. അല്പം ചോറൊക്കെ എടുത്ത് കഴിച്ചാലും തോന്നുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ സഫോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയുമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പാന് വെച്ചിട്ട് നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതെല്ലാം കൂടി നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി പൊട്ടിക്കണം. ഉലുവ പൊട്ടിക്കുന്ന ബീഫ് കറി വെക്കുമ്പോഴും അതുപോലെ തന്നെ നല്ലതാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക മണവും ഒരു ടേസ്റ്റ് കിട്ടുമേ. അങ്ങനെ ഉലുവ പൊട്ടിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മുടെ കടുക് ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി നമ്മുടെ ചേരുവകളെല്ലാം ചേർക്കാം കേട്ടോ. എനിക്ക് തന്നെ ഇപ്പോഴേ വായിൽ നല്ല വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല മണവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ തേങ്ങ കൊത്തും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് പതിയെ വേഗം നമ്മൾ ബീഫൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൂടെ കടിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യാനാണ് തേങ്ങ എപ്പോഴും കറിക്ക് ചേർക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം മൂപ്പില്ലാത്ത ഒരു കരിക്കുമില്ലാത്ത ഒരു ഭാഗത്തിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോഴത്തേന് ഏറ്റവും ബെറ്റർ. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ നമുക്ക് ഇന്നിവിടെ ചെറിയ ഉള്ളി കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയാണ് നമ്മളെപ്പോഴും കറികൾ വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് ചെറിയ ഉള്ളിക്കാണ്. നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിതിനാവശ്യമായ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റാണ് ഇതിലേക്ക് ബീഫ് ചേർത്ത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ വഴൻ്റെ കറക്റ്റ് ഒരു പാകമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ നല്ല പരുവത്തിന് മൂത്ത് വന്നെങ്കിൽ കറി നല്ല അടിപൊളിയാകുള്ളൂ കേട്ടോ. അത് മൂത്ത് വന്നു ഒത്തിരി ഓവറായി കഴിഞ്ഞാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റും പോവും. എന്നാലും മൂത്തില്ലെങ്കിൽ കറിക്കൊരു കളറും ഇതും കിട്ടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മളെപ്പോഴും മസാലകൾ വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി ഒന്ന് യോജിക്കണം. ഈ മസാലയൊക്കെ നമ്മുടെ ഈ ബീഫിലേക്ക് ഒന്ന് പിടിക്കണം. അതിന് വേണ്ടി നമ്മൾ ഒരു മടിയും കൂടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി ഇനി ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടി പിടിക്കാതെ കൊണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇളക്കി നമ്മളിതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. എപ്പോഴേ നമുക്ക് ഈ മസാലയൊക്കെ
ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ തൂയി ഇച്ചിരി മല്ലിയിലയും കറിവേപ്പിലയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പൊളി സാധനമാണ്. നമ്മുടെ ടച്ചിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അമ്മാതിരി ഇതിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കിതിന് ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഉപ്പും കൂടെ ചേർക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമ്മളിത് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങി വെക്കുന്നതായിരിക്കും. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.